ഹായ്, ഞാൻ ഫിദ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അൾട്ടിമേറ്റ്ലി ഗൂയി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു മുമ്പ് ഞാനൊരു ചോക്ലേറ്റ് കേക്ക് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതുപോലെയല്ല, ഈ കേക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ഇത് കുറച്ചുകൂടി നല്ല സ്റ്റിക്കി ആയിട്ടുള്ള, ഫഡ്ജി ആയിട്ടുള്ള, മോയ്സ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ ഇതിനാൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഉണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടി സ്റ്റിക്കി ആക്കാൻ വേണ്ടി ഇതിലൊരു ചോക്ലേറ്റ് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. ഈ ഷുഗർ സിറപ്പിൻ്റെ റെസിപ്പി ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അതുപോലെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗണാഷും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ അവോയ്ഡ് ചെയ്ത് ടോട്ടലായിട്ട് 3/4 കപ്പ് പഞ്ചസാര ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ബ്രൗൺ ഷുഗർ കേക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആക്കും, അതുപോലെ തന്നെ കുറച്ചുകൂടി ഫ്ലേവർ ഉണ്ടാവും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബ്രൗൺ ഷുഗർ ഇടാതെ തന്നെ കേക്ക് നല്ലപോലെ സോഫ്റ്റായി വരും. ബ്രൗൺ ഷുഗറിൽ കുറച്ച് ലംസ് ഉള്ളതുകൊണ്ട് ഒന്ന് കൈ കൊണ്ട് ആ ലംസൊക്കെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കണം. ഇത് ഓൾ പർപ്പസ് ഫ്ലവർ ആണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ഈ റെസിപ്പിക്കായിട്ട് ബേക്കിംഗ് സോഡയാണ് കൂടുതൽ ആവശ്യം. അത് പിന്നെ ഒന്ന് നല്ലപോലെ കമ്പൈൻ ചെയ്യുക. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ല, പെട്ടെന്ന് തന്നെ തീരും. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കോഫി, 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളമായിട്ട് മിക്സ് ആക്കിയതാണിത്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഓയിലിന് പകരം മെൽറ്റഡ് ബട്ടർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള പാലാണ് ഒഴിക്കേണ്ടത്. ഇത് നല്ല തിളയ്ക്കുന്ന ചൂടുള്ള പാലാണ്. അപ്പോൾ ഈ റെസിപ്പിക്കായിട്ട് നമുക്ക് നല്ല ചൂടുള്ള പാലാണ് ആവശ്യം. കാരണം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൈദയുടെ അളവ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ കൊക്കോ പൗഡറൊക്കെ നല്ലപോലെ ഒന്ന് ഡിസോൾവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടുള്ള പാൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കേക്കിന് കുറച്ചുകൂടി ടെക്സ്ചർ ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ കുറച്ചായിട്ട് ആ മിൽക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഷുഗറും ഡിസോൾവ് ആയി കിട്ടും. ഇപ്പോൾ ഫുള്ള് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ആക്കുക. ഇവിടെ നല്ലൊരു സ്മൂത്ത് ബാറ്ററാണ്. ഇനി നമുക്കിത് ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കാൻ പറ്റും. ഞാനിവിടെ ഒരു സ്ക്വയർ ബേക്കിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 7x7 ഇഞ്ച് സ്ക്വയർ ബേക്കിംഗ് പാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേക്കിംഗ് പാൻ ഉപയോഗിക്കാം, ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് കേക്കിൻ്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ ബേക്ക് ടൈമും കുറച്ച് കൂടുതലായിരിക്കും. ഇത് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് 180 ഡിഗ്രീസിൻ്റെ പ്രീ ഹീറ്റഡ് അവനിലേക്ക് 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായെന്നർത്ഥം. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ബേക്കിംഗ് പാനിൽ തന്നെ കൂളായതിന് ശേഷം പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ല ഈസി ആയിട്ട് പാഷൻ പേപ്പർ വെച്ചുകൊണ്ട് ഇളകി വരും. അതിനുശേഷം പാഷൻ പേപ്പർ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കൂളാവുന്ന സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാരയുടെ ഒപ്പം 2 ടേബിൾ സ്പൂൺ മിൽക്കും 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറുമാണ് ആവശ്യം. കൊക്കോ പൗഡർ ഇടുന്നതിന് മുമ്പ് തന്നെ മിൽക്കും പഞ്ചസാരയും ഒരു പാനിലേക്കിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ഇളക്കി കുറേ ബബിൾസായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ബബിളി ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തണം. എന്നിട്ട് വേണം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇടുന്നത്. ഈ ചോക്ലേറ്റ് സോസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. കാരണം കേക്ക് കുറച്ചുകൂടി നല്ല സ്റ്റിക്കിയായി ഗൂവിയായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് കൂളായതിന് ശേഷം നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിനി ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ഞാനിവിടെ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിനോടൊപ്പം
3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് ചൂടുള്ള ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ചത്. ഇതുപോലെ ഉണ്ടാക്കിയാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഗണാഷ് വരും. ഈ ചൂടുള്ള ക്രീം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കൊക്കോ പൗഡറും ഇതിനകത്തുള്ള ചോക്ലേറ്റും മെൽറ്റ് ആയിക്കോളും. എന്നിട്ട് ഇത് അരിപ്പയിലൂടെ ഒന്ന് സീവ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിനകത്ത് കൊക്കോ പൗഡർ ഇട്ടിട്ടുള്ളതുകൊണ്ട് ചെറിയ ലംസൊക്കെ കാണും. അപ്പോൾ ഇതൊന്ന് ചെറുതായി ഒന്ന് സീവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചോക്ലേറ്റ് ഗണാഷ് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു 3 മണിക്കൂറോളം വയ്ക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൂളായി നല്ല തിക്കായി വരും. അപ്പോൾ എൻ്റെ ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ കൂളായി നല്ല തിക്കായി സോസ് വന്നിട്ടുണ്ട്. ഇതുപോലൊരു സ്റ്റിക്കി തിക്ക് റിബണി കൺസിസ്റ്റൻസിയിലായിരിക്കണം സോസ്. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഇനി ഇവിടെ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൂളായ കേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊന്ന് നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫ്ലാറ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ട്രിം ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്ലാറ്റായി വന്നിട്ടുണ്ടെങ്കിൽ ട്രിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനതിന് പുറകിലേക്ക് ഫ്ലിപ്പ് ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് സൈഡ്സ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ട്രിമ്മിംഗ് ഒക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫ്രോസ്റ്റിംഗ് ഇല്ലാതെ കഴിക്കാനും ഈ കേക്കിന് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് സൈഡൊക്കെ ട്രിം ചെയ്ത് നല്ല ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് കേക്ക് ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനെൻ്റെ ടേൺ ടേബിൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊരു കേക്ക് ബോർഡിലാണ് വെച്ചിട്ടുള്ളത് കേക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റിക്കി ചോക്ലേറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാൻ പറ്റും. ഈ സോസ് ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡോളം മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ കുറച്ചും നല്ല ഈസി ആയിട്ട് മെൽറ്റായി വരും. നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തും. ഇവിടെ എൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തേക്കെടുത്ത് ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചൊന്ന് വിസ്ക് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ നമുക്ക് വിപ്പ് ചോക്ലേറ്റ് ഗണാഷ് ഇട്ടിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇത് കേക്കൊക്കെ ഫ്രോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് തന്നെ ഈ ചോക്ലേറ്റ് സോസ് നല്ലൊരു എമൗണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ചോക്ലേറ്റ് സോസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇത് കുറച്ചുകൂടി കേക്ക് സ്റ്റിക്കി ആക്കാനാണ്. ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത് പോലെ നമ്മൾ കേക്ക് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയല്ല ഒഴിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് സോസ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചോക്ലേറ്റ് ഗണാഷ് ഇട്ട് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. ഈ കേക്കിൻ്റെ സൈഡൊന്നും ഫ്രോസ്റ്റ് ചെയ്യുന്നില്ല. മുകളിൽ തന്നെ ഒന്ന് ചെറുതായി ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പേസ്ട്രി കേക്കിൻ്റെ രൂപത്തിലാണ് തിന്നേണ്ടത്. അപ്പം ഞാൻ മുകളിൽ ഒരുപാട് ഫ്രോസ്റ്റിങ് വെക്കുന്നുമില്ല. ഒരു ചെറിയ എമൗണ്ട് ഫ്രോസ്റ്റിങ് വെച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരുപാട് സ്മൂത്ത് ആക്കുന്നില്ല. ഒരു ചെറിയ സ്പാച്ചിൽ വെച്ച് തന്നെ ഒരു നല്ല ഡിസൈൻ പോലെ ഉണ്ടാക്കുകയാണ്. അങ്ങ് റൗണ്ടായിട്ടും പോയിട്ട് ഒരു സ്വേളി ഡിസൈനാണ് ഉണ്ടാക്കുന്നത്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ എത്ര സോഫ്റ്റാണെന്ന് മനസ്സിലാവും. ഇനി നമുക്കത് പുറത്തേക്കെടുത്ത് പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ആ ചോക്ലേറ്റ് സോസ് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് സോസാണ്. നിങ്ങൾക്ക് ഐസ്ക്രീമിൽ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ മുകളിലൊരു ചെറി കൂടി വെച്ച് കേക്ക് ടോപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റുമാണ് കേക്ക്. ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്സ് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് കുക്കിംഗ്.